ഏറ്റുമുട്ടുന്ന ഡ്രാമ കോമ്പറ്റീഷൻ. Welcome to Quasta 2024, where talent, creativity, and passion come together to showcase the incredible power of performance. ഇന്നിവിടെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസസ് ആയിരിക്കും എല്ലാ ടീമും കാഴ്ചവെക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓരോ ടീമിൻ്റെയും തനതായ കഥകളും മറക്കാനാവാത്ത കഥാപാത്രങ്ങളും ശക്തമായ വികാരങ്ങളുമൊക്കെ ഈ സ്റ്റേജിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് അവരുടെ ഏറെക്കാലത്തെയുള്ള സ്വപ്നവും അതിനായിട്ടുള്ള അവരുടെ ഹാർഡ് വർക്കിനുമൊക്കെ ഒരു റിസൾട്ട് ഇന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. നിങ്ങളെ പോലെ തന്നെ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞങ്ങളും. ആസ് യുവർ ഹോസ്റ്റ് ദിസ് ഈവനിങ്, myself Pooja, myself Akhila will be guiding you through this thrilling performance. So sit back, relax, and allow yourself to be swept away by the talent and dedication of our lovely teams. ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. I'm inviting the choir group to set the tone for the evening. ജിനോപ്പി മ്യൂസിക് സ്വരൂപനാം നാഥ, നീയല്ലാതാരാനന്ദം, പാപങ്ങൾ പോക്കും കാരുണ്യമേ, പാടി നിന്നെ വാഴ്ത്താം. സ്നേഹസ്വരൂപനാം നാഥ, നീയല്ലാതാരാ പാപങ്ങൾ പോക്കും കാരുണ്യമേ, പാടി നിന്നെ വാഴ്ത്താം. ശാന്തി തന്നു എല്ലാവർക്കും അത്താണിയായി, നല്ലോർക്കു നന്മകൾ നൽകി. എല്ലാവർക്കും അത്താണിയായി, നല്ലോർക്കു നന്മകൾ നൽകി. സ്നേഹസ്വരൂപനാം നാഥ, നീയല്ലാതാരാനന്ദം, പാപങ്ങൾ പോക്കും കാരുണ്യമേ, പാടി നിന്നെ വാഴ്ത്താം. Thank you so much for that lovely song, choir group.
inviting Father Davis to speak a few words with us. ഏറ്റവും പ്രിയമുള്ളവരെ, യങ് കപ്പിൾസിൻ്റെ ഭാരവാഹികളെല്ലാവരും സ്റ്റേജിലേക്ക് പോരെ. അതുപോലെ തന്നെ ചീഫ് ട്രസ്റ്റി കൊച്ചച്ഛൻ എല്ലാവരും പോരെ, സമയം കളയണ്ട. ജഡ്ജസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ നേരത്തെ തീർക്കുന്നത്. ഏറ്റവും പ്രിയമുള്ളവരെ, ഇത് സന്തോഷകരമായ ഒരു സുദിനമാണ്. ഞാൻ ഇന്നലെ ആരാധനയിൽ കർത്താവിനെ ഓർത്ത് നന്ദി പറഞ്ഞ പോലെ ഇത് ഒരിടവകയിൽ മാത്രമേ സംഭവിക്കൂ, അത് ഈ ഇടവകയിൽ മാത്രമേ ഉള്ളൂ. അതിന്നലെ ഗായകസംഘത്തെക്കുറിച്ച് പറഞ്ഞു, ഡ്രാമയെക്കുറിച്ച് പറഞ്ഞു. ഏകദേശം ഒരു 150ഓളം പേര് മേക്കപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അത്രയും നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഇനി അതിനേക്കാളേറെ ഇത് നിങ്ങൾ വിശുദ്ധരുടെ ഒരു ജീവചരിത്രം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ വേദിയിലേക്ക് കടന്നു വരാണ്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ഇറച്ചിയോ മീനോ വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇത് ഏകദേശം ഒരു മാസത്തിലധികം വൈകുന്നേരങ്ങളിൽ ജോലി ചെയ്ത് തളർന്ന് നിങ്ങൾ വന്ന് വീട്ടിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് സാധിക്കാതെ വൈകുന്നേരങ്ങൾ, എനിക്കറിയാം, വൈകുന്നേരങ്ങൾ ഇവിടെയൊക്കെ വന്ന് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി വെളുപ്പിന് വരെ ഈ നാടകമൊക്കെ പരിശീലിച്ച് അതിന് മേക്കപ്പ് ചെയ്ത് അതിന് വേണ്ടി വ്യയം ചെയ്ത് വരുന്നത്, ഞാൻ പറയുന്നത് ഇതൊരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനം ദശാബ്ദിയിലെ, നമ്മുടെ ഇടവകയുടെ ദശാബ്ദിയിലെ ആദ്യത്തെ പ്രോഗ്രാമാണ്. അത് ഈശോയ്ക്ക് ഒരു ത്യാഗമായിട്ട് കൊടുക്കാം. ഈ ദശാബ്ദിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധരുടെ വലിയ അനുഗ്രഹം കൊണ്ട് നിറയുന്ന ഒരു സാന്നിധ്യമായിട്ട് ഈ ദേശം മാറാനായിട്ട് പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ കർമ്മം, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് കൃത്യമാണ്, കർമ്മം ചെയ്യാം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാം. നാടകം എന്ന് പറയുന്നത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ മറ്റു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഓടിക്കളിക്കുന്ന പോലെ ആർക്കെങ്കിലും ഓടിക്കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പൊക്കോളൂ, അവിടെ ഓടിക്കളിച്ചോളൂ. കാരണം നാടകം ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. ഡാൻസിൻ്റെ പാട്ട് വയ്ക്കുന്ന സമയത്ത്, നല്ല സ്വരത്തിലൊരു പാട്ട് വെച്ച സമയത്ത് നിങ്ങൾ പതുക്കെ ഓടിക്കളിച്ചാലും അതിനെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ നാടകം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട ഒരു കലയാണ്. കാണികൾക്ക് ഡിസിപ്ലിൻ വേണ്ട ഒരു കലയാണിത്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ. കുട്ടികൾ ഓടിക്കളിക്കാനാണെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ അതിനോട് നോ എന്ന് പറയാണ്. മാതാപിതാക്കന്മാർ കുറച്ച് അതിൽ കെയർ എടുക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോഴും ആ സ്റ്റെയർ കേസ് കയറുമ്പോൾ ആ നെയ്യും സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, പക്ഷേ ആ നെയ്യും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിങ്ങനെ ഈ പട്ടിക്കിട്ട് കൊടുക്കണ പോലെ ഇട്ട് പോയേക്കായിരുന്നു. അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തരുതല്ലോ, കുറച്ച് ഡിസിപ്ലിനോടുകൂടെ. അതുകൊണ്ട് നാടകം ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കാണണം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ അവിടെ പോയിരുന്ന് കഴിച്ചിങ്ങോട്ട് വന്നിരിക്കുക. ആ ഡിസിപ്ലിൻ അത് ഒരു കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. ഇത് വിശുദ്ധരുടെ ജീവചരിത്രമാണ്. അതിനോടൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. ഒരുപാട് പേരുടെ വ്യയത്തിൻ്റെ ഒരു പ്രൊജക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ശാന്തമായിട്ടിരുന്ന്, സൈലൻ്റായിട്ടിരുന്ന് നാടകത്തിൽ ഇൻവോൾവ് ആയിട്ട് ഈ കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങളെല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരും. നന്നായിട്ട് അഭിനയിക്കുക. നമുക്കിനി സ്റ്റേജിലോട്ട് നിങ്ങൾക്ക് വരാം. Thank you so much, Acha. Requesting Father Davis Panadan, plus Anachan, judges, KSKS President, Chief Trustees, Young Couple President, Office Bearers to light the lamp. Requesting Martin Chet. KSKS പ്രസിഡന്റ് മാർട്ടിൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ജെസ്സി. മാർട്ടിൻ ഉണ്ടെങ്കിൽ മേക്കപ്പിലാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ജെസ്സി ഈ വേദിയിലേക്ക് വരണം കേട്ടോ.
Thank you so much for that auspicious start. Before we get started with the performances, we would like to remind everyone the guidelines for this competition. Theme. It has to be a theme of saints. Saints should not be selected from the characters of Bible. Selection of saints characters should be from post-Bible era. Participant criteria. Count of participants should be minimum of 4 and there is no maximum limit. The acting team should have at least 3 catechism students, can be from nursery to 12th standard, from the respective zone, and also minimum of 2 parents of the catechism students. No outside participants are allowed in the event, both on the stage and off the stage during the performance. Technical assistance can be entertained during the preparations of the drama, such as background musics, recordings, and stage designs, etc. Entry requirement. Language should be only Malayalam. The duration in total. This includes stage settings, performances, clearing the stage items from the stage. No recorded dialogues are allowed. It should be delivered in real time by the actors themselves. However, recorded background musics and songs can be played. No extra time will be allocated for the performances. Participants are requested to provide their own costumes, props, sound effects, music accompaniment, and makeup. Zones are recommended to keep the cost of production low and to use the recyclable material where possible. Every zone is requested to limit their expenses. Each zones can have a representative to control light and sound along with their own laptop. Judging criteria. Decision of the judges is final and no appeal will be entertained. So we have a total of 100 marks which would be split as following: 40 for acting, 25 for dialogue delivery, sound modulation, etc., 15 for script and message, 5 for direction, 3 for stage setup, 5 for costumes, and 7 for background music. Teams are not allowed to announce their zone name or artist names. Chess number and drama name announcement is allowed. Drama scored above 75 marks will be awarded A grade. And we have the following awards: Best Director, first and second prize; Best Script, first and second prize; Best Actor, first, second, and special jury award; Best Actress, first, second, and special jury award; Best Background Music, first and second prize; Best Child Artist, first, second, and special jury award; Best Supporting Actor, first and second prize; Best Supporting Actress, first and second prize. Order of the performance is based on the lot taken on 18th November 2024. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊള്ളുവാണ്. നിങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ പോകുമ്പോഴും അതിൽ വയറുണ്ട്, സൂക്ഷിക്കണം. അതുപോലെ LED തൊടാൻ പാടില്ല. ഓരോ പെർഫോമൻസിന് മുമ്പ് ചെസ് നമ്പർ വിളിച്ചതിന് ശേഷം ഞങ്ങൾ ചോദിക്കും നിങ്ങൾ റെഡിയാണോ. അതിനുശേഷം നിങ്ങൾ റെഡിയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുമ്പോൾ ഇവിടെ ടൈമർ ഓൺ ആക്കും. എൻട്രി ബസ് റൂമിൽ നിന്നും എക്സിറ്റ് ഗ്രോട്ടോയിലേക്കുമായിരിക്കും. ഏറ്റവും നിങ്ങൾ പാർട്ടിസിപ്പൻസും ശ്രദ്ധിച്ചേ, നിങ്ങൾ റെഡിയാണെന്ന് ചോദിച്ച് ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ഒരു നാടകം കഴിഞ്ഞ് അവർ സ്റ്റേജ് സെറ്റിംഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലെ വന്ന് ആ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. ഒരുപാട് സമയം ഇൻ ബിറ്റ്വീൻ നമുക്ക് കളയാൻ സമയം ഉണ്ടാവില്ല. 10 മണിക്ക് മുമ്പ് തീർക്കണമെന്നായിരുന്നു ആഗ്രഹം. ജഡ്ജസ് സ്വല്പം വൈകുന്നതുകൊണ്ടാണ് കേട്ടോ. കുട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ.
നിങ്ങളിതേ കുറച്ച് പേരൊക്കെ പുസ്തകവും പേനയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ചെറിയ 4ാം ക്ലാസ്സുള്ള കുട്ടികളൊക്കെ ഒന്ന് കുറിച്ചെടുക്കണം. ഈ വിശുദ്ധനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തു. വലിയ അസ്യമൊന്നുമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതി ഒരു ക്ലാസ്സിൽ എഴുതിയിട്ട് ടീച്ചർമാർക്ക് നാളെ കൊടുക്കണം കേട്ടോ. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടുക. ഇന്ന് നാടകം കഴിയുമ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കുകയും ചെയ്യും കേട്ടോ. ക്ലിയർ?